എൻ്റെ പേര് ഈവാൻ്റണി എന്നാണ്. ഞാൻ വരുന്നത് ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും അടിപൊളി ഫുട്ബോൾ പ്ലെയർ ആവാൻ ആഗ്രഹിച്ചത് എൻ്റെ അമ്മയാണ്. അമ്മക്ക് നല്ലൊരു ആഗ്രഹമാണ്. അവൻ നടക്കാൻ തുടങ്ങിയ പ്രായം തൊട്ട് ബോൾ തട്ടാൻ തുടങ്ങിയായിരുന്നു. അപ്പം എൻ്റെ വീടിൻ്റെ അവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് കുറച്ച് പിള്ളേർ അവിടെ ഉണ്ടാവും. ഇവനാണ് ഏറ്റവും ചെറുത്. അപ്പോൾ എല്ലാവരും കളിച്ച് വീട്ടിൽ കയറി ഫുഡ് കഴിച്ചാൽ ഇവൻ മാത്രം കയറൂല. ഇവൻ ഫുട്ബോൾ അമ്മമ്മ പറയും അച്ചു കയറടാ, അവൻ അച്ചു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അവൻ കയറൂല. ഒരു 4 വയസ്സ് മുതൽ ഞാൻ ഇവിടെ വരുമ്പോൾ 4 വയസ്സാണ്. എൽ കെ ജി ചേർന്ന സമയമാണ്. ഞാൻ ആക്കാൻ പോകുമായിരുന്നു. മീൻ ചേച്ചിയുടെ കൂടെ ഞാൻ ഇവനെ ആക്കാൻ പോകുമ്പോൾ ഇവൻ പോണ വഴി പോക്കറ്റിൽ കൈയിട്ട് തട്ടിത്തട്ടിയേ പോവുള്ളൂ. ആര് സംസാരിച്ചാലും തട്ടി തന്നെ നിൽക്കുകയുള്ളായിരുന്നു. അതായത് ഫുട്ബോളിനോട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല ചിന്ത, വേറെ ഒന്നും അവന് ചിന്തയുണ്ടായിരുന്നു. അച്ചു ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ അവൻ കുഞ്ഞായിരുന്നപ്പോൾ മുതലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവന് ജീവനാണ്. എൻ്റെ അച്ഛൻ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അദ്ദേഹം ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഒപ്പം ഇരുന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സാഹചര്യം കൊണ്ട് അദ്ദേഹത്തിന് ലോകം അറിയപ്പെടുന്ന ഒരു താരമായി സാധിച്ചില്ല. ഇവൻ്റെ കളിയുടെ ഒരു സ്റ്റൈല് കാണുമ്പോൾ നമുക്കറിയാമല്ലോ. ഞാനും അത്യാവശ്യം ഫുട്ബോൾ കളിച്ച് നടന്ന വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഇവൻ്റെ കളി കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള പരിപാടിയൊക്കെ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. സത്യം പറഞ്ഞ ഫുട്ബോൾ എന്താണെന്ന കളി എന്താണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അവൻ്റെ ഹാപ്പിന് വേണ്ടിയാണ് ഞാൻ അവൻ്റെ കൂടെ പോയി ഗ്രൗണ്ടിൽ പോയി ഇരുന്ന് കളി കാണുന്നതും. അവൻ പറയും അമ്മ എനിക്ക് അവിടെ വന്നിരുന്നാൽ മാത്രം മതി. ഇവർ രണ്ടുപേരെ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. ഞാൻ ഇത്തിരി ടഫായിട്ടേ നിൽക്കുള്ളൂ. എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പന് ഒരു അറിയപ്പെടുന്നൊരു പ്ലെയർ ആകാൻ സാധിച്ചില്ല. പക്ഷേ എൻ്റെ അപ്പന് നടത്താൻ പറ്റാത്ത സ്വപ്നം എനിക്കത് നിറവേറ്റി കാണിച്ചു കൊടുക്കണം. കളി കാണാൻ പോകുമായിരുന്നു ഇവിടെയൊക്കെ. ഇവന് വലിയ ആൾക്കാർക്ക് പേടിയായി ഇവൻ്റെ ഒപ്പം കളിക്കാൻ. ഭയങ്കരമായിട്ടും കയറിപ്പോയി കളിക്കുമായിരുന്നു അവൻ. നല്ല സ്പീഡാണ്. വെട്ടുകളി പോലെ ഇങ്ങനെ പോയി കുട്ടി ചേർത്തൊന്നും അവൻ്റെ ഇല്ല. ഞാൻ ബോളെ കണ്ട് പോകാം, അത്രയുള്ള വേണ്ടി. ഞാനും കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഇവൻ എന്നെ വലിച്ചോണ്ടും പോകും. ഫുട്ബോൾ കളിപ്പിക്കും, ക്രിക്കറ്റ് കളിപ്പിക്കും, ബാഡ്മിൻ്റൺ കളിപ്പിക്കും, എല്ലാം കളിപ്പിക്കും. അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ ആക്ടിവിറ്റീസും. ഞാൻ എൻ്റെ 5ാമത്തെ വയസ്സിലാണ് ആദ്യമായി ഫുട്ബോൾ പരിശീലനത്തിന് പോകുന്നത്. അതെൻ്റെ അപ്പൻ്റെ ഫ്രണ്ട് സേവ്യർ സാറിൻ്റെ ക്യാമ്പാണ്. അവിടെ എൻ്റെ 5ാമത്തെ വയസ്സിലെ അമ്മയാണ് അവിടെ ആദ്യം കൊണ്ട് ആക്കുന്നത്. ഇവനത് ആള് സൈലൻ്റാണ്, അങ്ങനെ സംസാരിക്കൊന്നുമില്ല. വന്ന അവന് കളി ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവനൊരു ഭയങ്കര പാഷനാണ്. പിന്നെ വിങ് ബാക്ക് ഇട്ട് കളിപ്പിക്കാന്നുള്ളതാണ്. അവന് സ്റ്റാമിനുണ്ട്, ഓടി നടക്കാണ്ട് വിങ് ബാക്ക് ഇട്ട് കളിപ്പിക്കാന്ന് പറഞ്ഞതാണ് എൻ്റെ ഇതുണ്ടായിരുന്നത്. പിന്നെ അവൻ്റെ ടാലൻ്റുണ്ടപ്പോൾ സ്ട്രൈക്കർ കളിപ്പിക്കാന്ന് പറഞ്ഞത്. അവൻ സെൻറ്റർ സ്ട്രൈക്കർ കളിപ്പിക്കുള്ളൂ അവനെ. കാരണം അവന് കടന്നു പോയി കഴിഞ്ഞാൽ അവനെ പിന്നെ കിട്ടൂല. 10 വയസ്സിനാണ് ആദ്യം കളിപ്പിച്ചത്. പിന്നെ 12 വയസ്സ് ട്രോഫികൾ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. 12 വയസ്സിൽ കൂടുതലും ഇവൻ്റെ ഇതിലാണ്, ടാലൻറ്റിലാണ് ട്രോഫികൾ അടിച്ചേക്കണത്. ഞാൻ 1ൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിലൊരു ടീച്ചറിൻ്റെ ഷീന മിസ് ഞങ്ങളുടെ സ്പോർട്സ് ടീച്ചറായിരുന്നു. ടീച്ചറായിരുന്നു എന്നെ കുറേ മോട്ടിവേറ്റ് ചെയ്ത്. ടീച്ചർക്ക് നല്ലൊരു ആഗ്രഹമുണ്ട് ഞാൻ നല്ലൊരു അറിയപ്പെടുന്നൊരു ഫുട്ബോൾ പ്ലെയർ ആവാൻ. ഒരു ആത്മബന്ധമായിരിക്കാം, ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാനും അവനോട് അതുപോലെ തന്നെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പഠിച്ചാലും പഠിക്കണം കൂടെ, എങ്കിൽ പോലും നിൻ്റെ പാഷൻ അതാണെങ്കിൽ നീ അതിലൂടെ തന്നെ നോക്കണം. മറ്റാരെയും ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അതിലൂടെ തന്നെ പോകണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. നമുക്ക് അഭിമാനിക്കാം അതിനെക്കുറിച്ച് ഓർത്തിട്ട്. കാരണം അവന് ഒത്തിരി ഉയരങ്ങളിൽ എത്തട്ടെ. അതിന് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അപ്പൻ വിളിച്ചിട്ട് ഇങ്ങനെ എനിക്ക് സൂപ്പർ ലീഗ് കേരളയിലെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് മലേഷ്യയിലേക്ക് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി, ഭയങ്കര എക്സൈറ്റഡായി. എൻ്റെ കൂട്ടുകാർ പോലും വിശ്വസിച്ചില്ല. കേട്ടപ്പോൾ ഞാൻ ഇറങ്ങി പോയി. ഞാൻ ജോലി സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് എനിക്ക് കോള് വരുന്നത്. പിന്നെ സൂപ്പർ ലീഗ് കേരള എന്നാണെന്നും പറഞ്ഞ് കോള് വന്നു. എനിയസ്റ്റഡ സ്കൗട്ടിങ്ങിൻ്റെ പങ്കെടുത്തായിരുന്നില്ലേ, അതിലേക്ക് 12 കുട്ടികൾ സെലക്റ്റായി. അതിൽ ഒന്ന് ഈവാണ്. അപ്പം സാധാരണ കളി എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഇഷ്ടംപോലെ പിള്ളേരുണ്ടായിരുന്നില്ല. അപ്പം ടോട്ടൽ നമുക്ക് ഇത്രയൊന്നും അറിയില്ലല്ലോ. ഓരോ സ്ഥലത്തുമാണ് ഇതിൻ്റെ നടന്നേച്ചത്. അപ്പം ടോട്ടൽ പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. അത് ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സന്തോഷം വരുന്നു. പക്ഷെ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാനപ്പം തന്നെ അവനെ പോയി ഒരു കൊടുത്തു. സെലക്ഷൻ ഇങ്ങനെ കുറേ കളി സെലക്ഷനൊക്കെ വേണ്ടി പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ചിലവർക്ക് റെക്കമെൻഡേഷൻ
കാരണം പറഞ്ഞുകൊണ്ട് കിട്ടാറില്ല. ശിവനും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യം കിട്ടാത്തപ്പോൾ എന്നെ വിളിച്ച് സങ്കടം പറയാറുണ്ട്. ഇതൊക്കെ പോട്ടെ, ഇപ്പൊ പോകുന്നുണ്ടല്ലോ ഓരോന്നും. നിനക്കൊരു ദിവസം ഒരു ദിവസം വരുമെന്ന് പറഞ്ഞായിരുന്നു അവള്. നമ്മുടെ അയൽവാസികളൊക്കെ തന്നെ കൂടുതൽ എല്ലാവർക്കും അറിയാം അവൻ കളിക്കൂന്നൊക്കെ അറിയാം. അവരൊക്കെ തന്നെ ഓരോരുത്തർ പറയും. ഇപ്പൊ ബ്രിട്ടോ ചേട്ടൻ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബ്രിട്ടോ ചേട്ടനും മോനും അവന് ഭയങ്കര കട്ട സപ്പോർട്ടാണ് അവന്. എൻ്റെ മോനെ കൂടി ഇവിടെ കുഞ്ഞിനെ തുടങ്ങി അവൻ ഇവിടെ തന്നെയാണ്. അപ്പോൾ എൻ്റെ മോനെ കാണുന്ന പോലെ തന്നെയാണ് അവനെയും കാണുന്നത്. അപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും അവൻ ഞങ്ങളോട് സംസാരിക്കും. പ്രത്യേകിച്ച് ഈ പന്തുകളിയുടെ കാര്യത്തിൽ നല്ല ടാലൻ്റുള്ള കുട്ടിയാണ്. കളിക്കുമ്പോഴും വളരെ വളരെ ഭംഗിയായിട്ട് കളിക്കും. നമ്മൾ ഒരു നല്ല നിലവാരമുള്ള ഒരു കളിക്കാരനാണെന്ന് കുഞ്ഞിലേ നമുക്കറിയാം. അത്രത്തോളം ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ അവൻ്റെതായിട്ട് 2-3 ഗോള് ഉണ്ടാവും. എന്തായാലും നല്ല കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നാഷണൽ ലെവലിൽ നമ്മളുടെ ഒരു ചെക്കൻ ഉണ്ടെന്ന് പറയാമല്ലോ. എന്താ നല്ല കഴിവുള്ള പയ്യനാണ്. മീൻസ് നല്ലൊരു ഭാവിയുണ്ട് അവന്, മനസ്സിലായി. ഇപ്പം ഇവിടെ കളിയൊക്കെ വിട്ടു നിൽക്കുന്ന കുറേ പേരുണ്ടെങ്കിലും അവൻ അത്യാവശ്യം നല്ലോണം കളിക്കുന്നുണ്ട്. അവൻ സെലക്ഷനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നല്ലൊരു നല്ല എത്തണം ഞങ്ങളുടെ ആഗ്രഹം. എല്ലാവരും ആഗ്രഹം തന്നെ. സൂപ്പർ ലീഗ് കേരള കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പിള്ളേരുടെ ടാലൻറ്റ് നോക്കിയിട്ട് എടുക്കുന്ന ഒരു പ്രസ്ഥാനമാണത്. എൻ്റെ ഫ്രണ്ടിലുണ്ട് ഫ്ലെക്സ്. സപ്പോർട്ടാണ്, ഫുൾ സപ്പോർട്ടാണ്. ഇത്രയും നല്ല അവസരം തന്ന സൂപ്പർ ലീഗ് കേരളയ്ക്ക് നന്ദി.